പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബാദുഷാക്ക നമ്മൾ വിളിക്കുന്ന മുഹമ്മദ് ഹുസൈൻ സാഹിബ് എളമരം യതീംഖാനയുടെ എല്ലാമായിരുന്നു. സ്ഥാപകൻ മാത്രമല്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ തന്നെ അതിനുവേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത വ്യക്തിയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ അന്നത്തെ വലിപ്പം അന്നത്തെ വലിപ്പം ഇവിടെ സീർ സാഹിബിന് തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടായതിനു ശേഷം നന്ദി പറയാനുള്ള പരിപാടിയുണ്ട്. അപ്പം ഞാൻ പരിഭാഷകൻ എന്നുള്ളത് ഞാനായിരുന്നു യോഗങ്ങളിൽ അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് അന്ന് അതിലുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് വിരലുകൊണ്ട് ഉണ്ടാവുന്നതെന്ന് മാത്രം പറഞ്ഞുകൂടാ, 6 or 7 കുട്ടികളുണ്ടായിരുന്നു. ആ ഫോട്ടോ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നമ്മളെ ഇവിടെ അന്ന് വർക്ക് ചെയ്തിരുന്നത് പാലക്കുഴി. അവർ മുന്നേ വീടാണ്. ആ വീടിന് ഇത്ര ഒരു വാതിലിൻ്റെ അത്ര വലിപ്പമുള്ളൂ. അന്തേവാസികൾ അതിൻ്റെ ഉള്ളിൽ കൊള്ളും. ഞാനിപ്പോൾ നോക്കും, സർ സാഹിബ് നടുവിൽ നിന്ന് വെച്ചൊക്കെ ഞാനും അപ്പുറം നിന്ന് എടുത്ത ഫോട്ടോ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. സർ സാഹിബിന് വലിയ സന്തോഷം, എത്തിക്കുട്ടികളുടെ പരിപാടി ആയതുകൊണ്ട്. അതങ്ങ് ഏതാനും കുട്ടികൾ, ഒരു 10 കുട്ടികൾ താഴെ ഉള്ളൊരു സ്ഥാപനം വളർന്ന് വലുതായി വലിയ തോതിൽ ഉയർന്നു വന്നു. പിന്നെ എല്ലാറ്റിലും വലിയ ഞങ്ങൾ വേറെയും പല സംഗതിയുണ്ട്. മാവൂരുണ്ടായിരുന്ന പ്രക്ഷോഭ സമരങ്ങൾ, ബാദുഷാക്കും ഞാനും കൂടി ഇരുന്ന് ചെയ്ത കാര്യങ്ങൾ, അതൊക്കെ വലിയ സംഗതികളാണ്. പറഞ്ഞാൽ തീരില്ല, അത്രക്കധികം പ്രധാനപ്പെട്ട സംഗതികളാണ്. നല്ല മനുഷ്യനായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് ത്യാഗം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത മനുഷ്യൻ. അദ്ദേഹത്തെ നമ്മളെല്ലാവരും ശരിക്ക് മരണാനന്തരവും ഓർക്കേണ്ട മനുഷ്യനാണ്. അത്രയ്ക്ക് മാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ നിലയിലുള്ള ഒരു മഹാനെ അനുസ്മരിക്കാൻ കൂടിയുള്ളൊരു വേദിയായി ഞാനിതിനെ കാണുകയാണ്. യതീംഖാനയുടെ വളർച്ച മീൻസ് അതിൻ്റെ എല്ലാം A to Z വരെയുള്ള കാര്യം ബാദുഷാക്കയുടെ കാര്യമാണ്. അതെല്ലാവർക്കും അറിയാം. ചിലർക്ക് പുതിയ തലമുറക്ക് അറിയില്ല എന്നേ ഉള്ളൂ. ഞങ്ങളെയൊക്കെ ഒരു ബാച്ചിന് കാണാപ്പാടമാണ്. ഏതായാലും അദ്ദേഹത്തെയും നമ്മളെല്ലാം തന്നെ പഠിച്ചവൻ അവൻ മഹത്തായ സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടിട്ട്. അത്ഭുതകരമായ മാറ്റങ്ങളാണ് അനാഥശാലകൾ നമ്മുടെ നാട്ടിലുണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ അന്നത്തെ അതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭക്ഷണം അവർക്ക് കിട്ടാത്തൊരു കാലം, നല്ല പഠനം കിട്ടാത്തൊരു കാലം, ആരും നോക്കാനില്ലാത്തൊരു കാലം. ഈ ഗ്യാപ്പ് മുഴുവനും നികത്തിയത് അനാഥശാലകളാണ്. അനാഥശാലകൾക്ക് വലിയ ചരിത്രമുണ്ട്. ഞാൻ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം അന്ന് അവർ നോക്കാനില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾ വഴിയാധാരാകുമായിരുന്നേനെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം അവർ ചെയ്തു. ഏറ്റവും നല്ല ഒരു സാലിഹായിട്ട് അമലായിട്ട് പഠിച്ചവൻ അതിനെ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതിലൂടെ വളർന്നു വന്ന കുട്ടികൾ, അനാഥശാലകളിലൂടെ വളർന്നു വന്ന കുട്ടികൾ, അതിൽ 2 or 3 പേര് ഇപ്പോൾ IAS കിട്ടി കലക്ടർമാരായിട്ട് വർക്ക് ചെയ്യുക. അത് അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ നിലയിലെല്ലാം ഉള്ളൊരു വലിയ മാറ്റം അവിടെ വന്നു. മാത്രമല്ല, ഇവിടെ വലിയ ആവശ്യമില്ലാത്ത കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ ഈ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ തീരെ ഉണ്ടായിരുന്നില്ല. പഠിപ്പുമില്ല, ഒന്നുമില്ല. ഇവിടെ കൊണ്ടുവന്ന് സുഖമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കുറേ ആളുകൾ അതിലൂടെ കയറി പ്രശ്നമുണ്ടാക്കി അവിടെ നടത്താൻ തന്നെ ആൾക്ക് പേടിയായി. അവിടെ കുട്ടികളെ കള്ളക്കടത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഫസാദും ഇതിനുണ്ടാക്കി അത് നിർത്തിയ ആളുകൾ ഓലൊക്കെ പോയി. ഈ കുട്ടികൾ വടക്കേ ഇന്ത്യയിൽ ഇതില്ലാത്തതിൻ്റെ ഫലമായിട്ട് വന്ന കഷ്ടപ്പാട് എന്താണ്, അതൊന്നും നോക്കാൻ അവർക്ക് നേരമില്ല. അവർ ഈ അനാഥശാലകളെ കുഴപ്പത്തിൽ ചെന്ന് അടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഗതികൾ ചെയ്തു. പക്ഷേ ഒന്നുണ്ട്, നന്മ ചെയ്തത് ഏത് കാലത്തും ബാക്കിയുണ്ടാകും. അതിന് അല്ലാഹു തആല ആ നിലയിലുള്ള പ്രതിഫലം നൽകും. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ചവർ മുൻപന്തിയിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ ബാദുഷാക്ക എന്നും സ്മരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. അദ്ദേഹത്തെയും നമ്മളെയും എല്ലാം തന്നെ പഠിച്ചവൻ അവൻ്റെ മഹത്തായ സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടു.